ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അച്ചു വാവാസ് വ്ളോഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ചിക്കൻ കറിയാണ്. കുമ്പളങ്ങ ഇട്ടിട്ടാണ് നമുക്ക് ചിക്കൻ കറി വെക്കുന്നത്. ഒരു പാലക്കാട് സ്റ്റൈൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു സ്റ്റൈലാണ് നമ്മൾ ഇന്നത്തെ ചിക്കൻ കറി വെക്കുന്നത്. അപ്പോൾ ഇവിടെ 2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇവിടെ ഇനി നമുക്ക് ചിക്കൻ നന്നായിട്ട് വെള്ളം ഒഴിച്ച് നല്ല വൃത്തിക്ക് കഴുകിയെടുക്കാം. നല്ലപോലെ തന്നെ വെള്ളം ഒഴിച്ച് വൃത്തിക്ക് കഴുകിയെടുക്കണം കേട്ടോ. പിന്നെ ആദ്യം ചിക്കൻ കഴുകിയെടുത്ത പാത്രം ഇത്തിരി ചെറുതായിപ്പോയി. അപ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ചിക്കൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വന്നിട്ടുണ്ട്. ഇനി അടുപ്പിൽ തീ കത്തിച്ച് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല ഇട്ടിട്ട് നല്ലപോലെ വറുത്തെടുക്കാം. അതിൻ്റെ ഒരു പച്ച മണം മാറുന്ന വരെ നമുക്ക് നല്ലപോലെ വറുത്തെടുക്കാം. വറുത്തെടുത്ത ചിക്കൻ്റെ ആ മസാലയും മുളക് പൊടി എല്ലാം കൂട്ടിയിട്ടുള്ള ഒരു പൊടി നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ല ആ പൊടികളെല്ലാം ചിക്കനിലേക്ക് നല്ലപോലെ പെരളണം. നല്ലപോലെ തന്നെ അതിൽ ചിക്കനിലേക്ക് പിടിക്കണം കേട്ടോ മസാല. നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. ഇനി ചിക്കനിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആയിട്ട് പറയാൻ പോണത് സബോള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, കുമ്പളങ്ങ, മല്ലിച്ചപ്പ്. കുമ്പളങ്ങയുടെ ചിക്കൻ കറി വെക്കണമെന്നുകൊണ്ടാണ് ഇവിടെ കുമ്പളങ്ങ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് വേണം. അതിന് ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ അരയ്ക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി, പച്ചമുളക് ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുമ്പളങ്ങയും സബോളയും വേറൊരു പാത്രത്തിൽ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ കുമ്പളങ്ങയും തക്കാളിയും എല്ലാം കൂടി അരിയാൻ വേണ്ടിയിട്ട് പോണ മുമ്പ് എടുത്ത വീഡിയോ ആയിരുന്നു. അത് ഇതിൻ്റെ ഇടയിൽ കൂടെ കയറ്റിയതാണ് കേട്ടോ. പിന്നെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്യണത്. പിന്നെ അതിലേക്ക് നമുക്ക് സബോള ഇട്ട് കൊടുക്കാം. നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സബോള എടുത്തിട്ട് കൊടുക്കാം. സബോള നന്നായിട്ട് വാട്ടാം. നല്ല പോലെ തന്നെ ഇളക്കി കൊടുത്തിട്ട് നല്ല ഒരു ബ്രൗണിഷ് കളറാണ് ഒരു വാട്ട. ആ ബ്രൗണിഷ് കളറാണ് വാട്ടുന്നതിന് മുമ്പ് നമുക്ക് ചെറുതായിട്ട് ഒന്ന് നമ്മൾ സബോള മൂത്ത് വരുമ്പോൾ നമ്മൾ ഇത്തിരി അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അരിഞ്ഞ് വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒന്നും കൂടി സബോള നന്നായി വഴണ്ടി വരാൻ വേണ്ടി നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഇത്തിരി ഉപ്പിട്ട് കൊടുത്താൽ മതി. സബോള ഒന്ന് വഴണ്ടി വരാനുള്ള ഉപ്പ് മാത്രം അതിലിട്ട് കൊടുത്താൽ മതി കേട്ടോ. കാരണം നമ്മൾ ചിക്കൻ മസാല തിരുമ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുത്താണ്. അപ്പോൾ പാകം നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അടിപ്പിടിക്കേണ്ടി നോക്കണം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ തക്കാളിയും സബോളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഉടഞ്ഞ് എല്ലാം കൂടി ഒന്ന് മിക്സായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം. ചിക്കൻ അപ്പോഴേക്കും മസാലയൊക്കെ തേച്ച് സുന്ദരമാക്കി ഇരിക്കുന്നുണ്ട്. നമുക്ക് ആ ചിക്കൻ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള കുമ്പളങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഒരു സമയത്താണ് നമ്മൾ കുമ്പളങ്ങ ചേർക്കേണ്ടത്. ഇട്ട് നല്ലപോലെ തന്നെ കുമ്പളങ്ങ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ള വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിന് ചിക്കൻ വേഗം പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് അടച്ചു വയ്ക്കാം. അടച്ച് വേവിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അടച്ച് വെച്ച് കുറച്ച് നേരം വേവിച്ചിട്ട് നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ നല്ല തിളയ്ക്ക് വേണ്ടി ഈ ഒരു സമയത്ത് നമുക്ക് ഇത്തിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് മാത്രം കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ നമ്മൾ വീണ്ടും അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല തിളച്ചും വന്നിട്ടുണ്ട്. നമ്മളിതിന് അതിലൊരു ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തിരി കറിവേപ്പിലയും ഇത്തിരി മല്ലിയിലയും കൂടി മേലെ തൂവാം.
അങ്ങനെ നമ്മളൊരു ടേസ്റ്റി ആൻഡ് നല്ല ജ്യൂസി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുമ്പളങ്ങ ഇട്ടുകൊണ്ട് തന്നെ പറയാനില്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, പിന്നെ കമൻറ്റും ചെയ്യണേ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇനി നമുക്ക് ഈ ചിക്കൻ കറി കൂടെ ഒരു ചോറുണ്ടാലോ. അപ്പോൾ ഒരു പ്ലേറ്റിൽ ഇത്തിരി ചോറ് എടുക്കുന്നുണ്ട്, ഇത്തിരി ചിക്കൻ കറിയും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ വരെ ബൈ ബൈ.